തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ 10 LDFും 10 UDFും 3 സീറ്റിൽ BJPയും വിജയിച്ചു. 7 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. നെടുമ്പാശ്ശേരിയിലെ കൽപ്പക നഗർ വാർഡിൽ LDF ജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം UDFിന് നഷ്ടമായി. അതേസമയം മട്ടന്നൂർ നഗരസഭയിൽ BJP ആദ്യ സീറ്റ് സ്വന്തമാക്കി. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ LDF മികച്ച നേട്ടം സ്വന്തമാക്കി. 10 വീതം സീറ്റ് LDFിനും UDFിനും ലഭിച്ചപ്പോൾ 3 സീറ്റ് BJP സ്വന്തമാക്കി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം സീറ്റുമായാണ് LDFിന്റെ മുന്നേറ്റം. നെടുമ്പാശ്ശേരിയിൽ ഉൾപ്പെടെ സിറ്റിംഗ് സീറ്റുകൾ UDFിന് നഷ്ടമായി. നെടുമ്പാശ്ശേരി കൽപ്പകനഗർ വാർഡിൽ CPMലെ അർച്ചന 98 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതോടെ UDFിന് ഭരണം നഷ്ടമായി. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPI നേതാവ് പനത്തറ ബൈജുവാണ് വിജയിച്ചത്. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോവൽവിള വാർഡിൽ BJP വിജയിച്ചു. NDA സ്ഥാനാർത്ഥിയായ K രജനി 19 വോട്ടുകൾക്കാണ് ജയിച്ചത്. മട്ടന്നൂരിലെ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്ത കരുത്തുകാട്ടി. നഗരസഭയിലെ BJPയുടെ ആദ്യ സീറ്റാണിത്. എന്നാൽ തലസ്ഥാന നഗരിൽ സീറ്റ് നഷ്ടം BJPയെ സംബന്ധിച്ച കനത്ത തിരിച്ചടിയാണ്. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 വാർഡുകളും UDF നിലനിർത്തി. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ 2 വാർഡുകളിലും UDF വിജയിച്ചു. 11ാം വാർഡ് മൂലക്കടയിൽ 35 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ വിജയിച്ചപ്പോൾ 18ാം വാർഡ് നടയാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലക്ഷ്മി 59 വോട്ടുകൾക്കാണ് ജയിച്ചത്. പാലക്കാട് ജില്ലയിലും LDFിനാണ് നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിൽ 3 LDF വിജയിച്ചു. 1 വാർഡിൽ UDF വിജയിച്ചു. ആലപ്പുഴ കുട്ടനാട് വെള്ളിയനാട് 8ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി വിജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം LDFിന് ആശ്വാസം പകരുന്നതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.